ഗുഡ് ഈവനിങ് ഡിയർ ട്രെയിനീസ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ലെസണുകളിൽ വിവിധ തരം മെറ്റലുകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈപ്പ് ജോയിൻസും അതിൻ്റെ പൈപ്പ് വെൽഡിങ് പൊസിഷൻസും. ഈ ലെസണിൽ നമുക്ക് പൈപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും വിവിധ തരത്തിലുള്ള പൈപ്പ് വെൽഡിങ് മെത്തേഡുകൾ എന്തൊക്കെയാണെന്നും പൈപ്പ് വെൽഡിങ് പൊസിഷൻസ് ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പൈപ്പ് എന്തിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. പൈപ്സ് ഓഫ് ഓൾ ടൈപ്സ് ആൻഡ് സൈസസ് ആർ യൂസ്ഡ് ഇൻ ട്രാൻസ്പോർട്ടിംഗ് ഓയിൽ, ഗ്യാസ്, വാട്ടർ എക്സെട്ര. പൈപ്പ് അതിൻ്റെ പലതരത്തിലുണ്ട്. അതിൻ്റെ സൈസ് പല സൈസിലുണ്ട്, പല ടൈപ്പുകളിലുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്ന പലതരം ഉപയോഗത്തിനാണ്. ഓയിൽ, ഗ്യാസ്, വാട്ടർ എന്നിവ വഹിച്ചു കൊണ്ടുപോകാനും അതുപോലെ പല തരത്തിലത് പൈപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. They are also used to extensively for piping system in building, refineries and industrial plants. പിന്നെ കൂടുതലായിട്ടും ബിൽഡിങ്ങുകളിൽ പൈപ്പിംഗ് സിസ്റ്റത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. റിഫൈനറി എണ്ണ ശുദ്ധീകരണശാലകളിൽ കൂടുതലായിട്ട് പൈപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പലതരം ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ് അതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഷിപ്പിലും ഒക്കെ ഒരുപാട് പൈപ്പുകൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വെൽഡറായി കഴിഞ്ഞാൽ നമ്മൾ പൈപ്പ് വെൽഡിങ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പൈപ്പ് വെൽഡിങ് വിദേശത്തൊക്കെ വളരെ നല്ല സാലറിയുള്ള ഒരു ജോബാണ്. പൈപ്പിൽ 6G വെൽഡർ എന്നൊക്കെ പറഞ്ഞാൽ, അല്ല 6G എന്താണെന്നൊക്കെ നമുക്ക് ലെസണിൽ നോക്കാം. അപ്പോൾ ഈ പൈപ്പ് വെൽഡിങ് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. പൈപ്സ് ആർ മോസ്റ്റ്ലി മെയ്ഡ് ഓഫ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് ആൻഡ് ദെയർ അലോയ്സ്. പൈപ്പ് കൂടുതലായിട്ടും ഉണ്ടാക്കുന്ന ഫെറസ് മെറ്റൽസിലുണ്ടാവും, നോൺ ഫെറസ് മെറ്റൽസിലുണ്ടാവും, അല്ലെങ്കിൽ മെറ്റൽ അലോയ്സിൽ, അങ്ങനെ പല ടൈപ്പ് പൈപ്പുകളുണ്ടാവും. ഈ പൈപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് വെൽഡഡ് പൈപ്സ്: ഇംപ്രൂവ്ഡ് ഓൾ ഓവർ സ്ട്രെങ്ത്ത്. ടോട്ടലി നോക്കുമ്പം പൈപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ സ്ട്രെങ്ത്ത് കൂടുതലായിട്ട് അതേ തിക്നെസ്സുള്ള പ്ലേറ്റ് ഉപയോഗിക്കുന്നതിനേക്കാളും എന്തായിരിക്കും സ്ട്രെങ്ത്ത് കൂടുതൽ പൈപ്പിനുണ്ടാവും. അൾട്ടിമേറ്റ് സേവിങ് ഇൻ കോസ്റ്റ് ഇൻക്ലൂഡിങ് മെയിൻ്റനൻസ് വർക്കിനൊക്കെ മൊത്തത്തിൽ നോക്കുമ്പം അതിൻ്റെ ചിലവ്, പൈപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലവ് വളരെ കുറവായിരിക്കും. പ്ലേറ്റൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ചിലവ് വളരെ കുറവായിരിക്കും. പ്ലേറ്റ് മാത്രമല്ല, പലത്തെ ആംഗിളുകൾ, ചാനലുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് പൈപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ലാഭകരമായിരിക്കും. ഇംപ്രൂവ്ഡ് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്. പൈപ്പിൻ്റെ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാലോ. ഫ്ലോ എന്ന് വെച്ചാൽ ഒഴുകുന്ന ക്യാരക്ടർ, അത് എന്തെങ്കിലും വഹിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് പൈപ്പിന് ഉണ്ട്. റിഡക്ഷൻ ഇൻ വെയ്റ്റ് ഡ്യൂ ടു ഇറ്റ്സ് കോമ്പാക്റ്റ്നെസ്, ഗുഡ് എപ്പിയറൻസ്. അതിൻ്റെ വെയ്റ്റ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെയ്റ്റ് വളരെ കുറവാണ്, എന്നാൽ സ്ട്രെങ്ത്ത് കൂടുതൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഗുഡ് എപ്പിയറൻസ് ഉണ്ട്. ഇതൊക്കെയാണ് പൈപ്പ് ഉപയോഗിച്ചുള്ള അതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ. പിന്നെ പൈപ്പ് വെൽഡിങ് ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് പൈപ്പ് വെൽഡ് ചെയ്യാൻ പറ്റും അതാണ് നോക്കുന്നത്. ദ ഫോളോയിങ് ആർ ദ മെത്തേഡ്സ് ഓഫ് പൈപ്പ് വെൽഡിങ് ബൈ ആർക്ക്. ഇതിൽ ആർക്കിൽ ചെയ്യുന്നതാണ് പറയുന്നത്. ഗ്യാസ് വെൽഡിങ്ങിലും ചെയ്യാൻ പറ്റും. ഇത് ആർക്കിൽ ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെറ്റാലിക് ആർക്ക് വെൽഡിങ്, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്,
ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്, കാർബൺ ആർക്ക് വെൽഡിംഗ്. ഈ മെത്തേഡിലൊക്കെ നമുക്ക് ആർക്ക് വെൽഡിങ്ങിൽ പൈപ്പുകൾ വെൽഡ് ചെയ്യാൻ പറ്റും. മെറ്റാലിക് ആർക്ക് വെൽഡിങ്ങിൽ ചെയ്യാം. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്, GMAW നിങ്ങൾക്ക് ലെസണുകൾ വരുന്നതേ ഉള്ളൂ. GMAയിൽപ്പെട്ട 2 തരം വെൽഡിംഗ് ആണ് മിഗ് വെൽഡിങ്, CO2 വെൽഡിംഗ് ഒക്കെ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ ബാക്കിയുണ്ട്. പിന്നെ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്, ടിഗ് വെൽഡിംഗ് കേട്ടിട്ടില്ലേ? ടിഗ് അത് ഗ്യാസ് വെൽഡിംഗ് അല്ല, ആർക്ക് വെൽഡിംഗ് തന്നെയാണ്. ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. പിന്നെ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്, കാർബൺ ആർക്ക് വെൽഡിംഗ്. സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ഒക്കെ തിയറിയിൽ ലെസൺ ഉണ്ട്, നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാനില്ല. കാർബൺ ആർക്ക് വെൽഡിങ് കൂടുതലായിട്ട് തിക്നെസ് കൂടിയ പൈപ്പുകളൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ബാക്കിയൊക്കെ തിക്നെസ് കുറഞ്ഞ പൈപ്പുകളും കൂടിയ പൈപ്പുകളൊക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ ആർക്ക് വെൽഡിങ്ങിൽ കൂടുതൽ തിക്നെസ് ഉള്ള പൈപ്പുകളൊക്കെ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് പൈപ്പ് ജോയിൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബഡ് ജോയിൻറ്റ്, ടീ ജോയിൻറ്റ്, ലാബ് ജോയിൻറ്റ്, ആംഗിൾ ജോയിൻറ്റ്, കോമ്പോസിറ്റ് ജോയിൻറ്റ്, വൈ ജോയിൻറ്റ്, ഫ്ലാഞ്ച് ജോയിൻറ്റ്, എൽബോ ജോയിൻറ്റ്. എത്ര തരത്തിലുള്ള പൈപ്പ് ജോയിൻറ്റുകളുണ്ട്. നമ്മൾ പ്ലേറ്റിൽ ജോയിൻറ്റുകൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലേ? ഏതൊക്കെ? ബഡ് ജോയിൻറ്റ്, എഡ്ജ് ജോയിൻറ്റ്, ടീ ജോയിൻറ്റ്, ലാബ് ജോയിൻറ്റ്, കോർണർ ജോയിൻറ്റ്. അതൊക്കെ പ്ലേറ്റുകളിലുള്ള ജോയിൻറ്റുകൾ. അത് എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 തരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ജോയിൻ്റ് ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ പൈപ്പുകളിൽപ്പെട്ട ജോയിൻറ്റുകളാണ് ഇപ്പോൾ പറഞ്ഞ ഈ 8 എണ്ണം. അത് ചിത്രത്തിൽ ഓരോന്നും കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. ആദ്യം കാണുന്ന ഇതാണ് ബഡ് ജോയിൻറ്റ്. ബഡ് ജോയിൻ്റ് അറിയാമല്ലോ, പ്ലേറ്റിൽ ബഡ് ജോയിൻ്റ് അറിയാം, 2 ഒരേ ലെവലിൽ വെച്ച് വെൽഡ് ചെയ്യുന്ന ബഡ് ജോയിൻ്റ്. അതേപോലെ തന്നെ പൈപ്പിൽ ബഡ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. 2 പൈപ്പുകൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട്, ചിലപ്പോൾ തിക്നെസ് കൂടുതലുള്ളതാണെങ്കിൽ അതിന് ബെവൽ ചെയ്തിട്ടുണ്ടാവും. 30 ഡിഗ്രി അത്രയും ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അത് ബഡ് ജോയിൻറ്റ്. പിന്നെ ഉള്ളത് ആണ് ടീ ജോയിൻറ്റ്. ടീ ജോയിൻ്റ് എന്ന് വെച്ചാൽ ഈ ജോയിൻറ്റ് നിങ്ങൾ പ്ലേറ്റിൽ ടീ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൈപ്പിലും ടീ ജോയിൻ്റ് ഉണ്ട്. ജോയിൻറ്റ് ഒരു പൈപ്പിൻ്റെ സൈഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മറ്റേ എഡ്ജും കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ടീ ജോയിൻ്റ് എന്ന് പറയുന്നത്. 3ാമത്തെ ടൈപ്പ് ജോയിൻ്റാണ് ആംഗിൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആംഗിൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ടീ ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ 2 പൈപ്പുകൾ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. പക്ഷേ ആംഗിൾ ജോയിൻറ്റിൽ അത് ഏതെങ്കിലും ഡിഗ്രി ആയിരിക്കും, 90 ആയിരിക്കണം എന്നില്ല, പല ഡിഗ്രിയിലും ആംഗിൾ ജോയിൻ്റ് വരാം. പിന്നെ വരുന്നതാണ് ലാബ് ടൈപ്പ് ജോയിൻറ്റ്. അത് ലാബ് ജോയിൻറ്റ് പ്ലേറ്റിൽ ചെയ്തിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ പൈപ്പിലും ലാബ് ജോയിൻ്റ് ഉണ്ട്. അതായത് ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ മറ്റേ പൈപ്പിൻ്റെ എഡ്ജ് കയറ്റിയിട്ട് ചെയ്യുന്നതാണ് പൈപ്പ് ലാബ് ജോയിൻറ്റ്. പിന്നെ വരുന്ന പൈപ്പ് ജോയിൻ്റാണ് കോമ്പോസിറ്റ് ജോയിൻറ്റ്. ഇത് ഒന്നിലധികം കൂടുതൽ പൈപ്പുകൾ പല ആംഗിളിൽ വരുമ്പോൾ ആണ് അതിനെ കോമ്പോസിറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ കാണുന്നില്ല, കുറേ ടൈപ്പ് പൈപ്പുകൾ ഒരുമിച്ച് ചേർത്ത് കണക്കായിട്ട് ആംഗിളിൽ പൈപ്പ് കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കോമ്പോസിറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. വേറൊരു ജോയിൻ്റാണ് പൈപ്പ് ഫ്ലാഞ്ച് ജോയിൻറ്റ്. അതൊരു പ്ലേറ്റിൻ്റെ മുകളിൽ, പ്ലേറ്റ് തന്നെ ആയിരിക്കണം എന്നില്ല, അത് റൗണ്ടുള്ള ആയിരിക്കും. അതിൻ്റെ നടുവിൽ ചില 2 പൈപ്പുകൾ തമ്മിൽ നെട്ടും ബോൾട്ടും ഇട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്ന കണ്ടിട്ടില്ലേ? റൗണ്ടിലുള്ള ഫ്ലാഞ്ചിൻ്റെ മുകളിൽ വേറൊരു പൈപ്പ് വെച്ച് റൗണ്ടിന് ചുറ്റും കുറേ ഹോൾ ഉണ്ടാവും. അങ്ങനത്തെ ടൈപ്പ് കൊണ്ടാണ് ഫ്ലാഞ്ച് ജോയിൻറ്റ്. ഇത് സ്ക്വയർ പ്ലേറ്റ് ആണ്. ഇതിനെ പറയുന്ന പേരാണ് ഫ്ലാഞ്ച് ജോയിൻ്റ് എന്ന്. ഫ്ലാഞ്ച് ജോയിൻ്റായി. ഇനി എൽബോ ജോയിൻറ്റ്. ഈ കാണുന്നതാണ് എൽബോ ജോയിൻറ്റ്. ഒരു പൈപ്പ് മറ്റേ പൈപ്പായിട്ട് 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാവും. അതാണ് എൽബോ ജോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു ടൈപ്പ് ജോയിൻ്റാണ് വൈ ജോയിൻറ്റ്. ഇത് 3 പൈപ്പുകൾ തമ്മിൽ ഇതേപോലെ യോജിപ്പിക്കുന്നതിന് വൈ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടൈപ്പ് പൈപ്പ് ജോയിൻറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് പൈപ്പ് വെൽഡിങ്
പൊസിഷൻസ് ആണ്. പൈപ്പ് വെൽഡിങ് പൊസിഷൻസ് അത് മെയിനായിട്ട് 2 ആക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് റോൾഡ് ടൈപ്പും ഫിക്സഡ് ടൈപ്പും. റോൾഡ് ടൈപ്പ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ടൈപ്പ് അതിൽ പെടുന്നതാണ് 1G പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ ഫിക്സഡ് ടൈപ്പിൽ പെടുന്നതാണ് 2Gയും 5G 6G എന്നിവ. അപ്പോൾ പൈപ്പ് വെൽഡിങ്ങിൽ ആകെയുള്ള പൊസിഷൻസ് ഇത്രയേ ഉള്ളൂ: 1G 2G 5G 6G. അതിനടുക്ക് 3Gയും 4Gയും ഇല്ലാതെ പ്ലേറ്റിൽ മാത്രമേ ഉള്ളൂ. 1G നമ്മൾ പ്ലേറ്റിൽ 1G പഠിച്ചിട്ടുണ്ടല്ലോ. 1G എന്താ? ഡൗൺ ഹാൻഡ് പൊസിഷൻ അല്ലേ. 1G എന്ന് പറഞ്ഞാൽ അതായത് ഡൗൺ ഹാൻഡ് ബട്ട് ജോയിൻ്റാണ് 1G എന്ന് പറയുന്നത്. അതേപോലെ 1F എന്ന് വെച്ചാൽ ഫില്ലറ്റ് ജോയിൻറ്റ്, ഡൗൺ ഹാൻഡ് ഫില്ലറ്റ് ജോയിൻറ്റ്, ടീ ജോയിൻറ്റോ കോർണർ ജോയിൻറ്റോ അങ്ങനെ 90 ഡിഗ്രി ആംഗിൾ വരുന്ന ഏത് ജോയിൻറ്റോ ആവും. അതാണ് 1F എന്ന് പറയുന്നത് പ്ലേറ്റിൻ്റെ കാര്യത്തിൽ. ഇവിടെ പൈപ്പ് ബട്ട് ജോയിൻ്റാണ് ഇതിനെ ഇതാക്കി എടുക്കുന്നത്. അതിൽ നമുക്ക് ഓരോ പൊസിഷനും ഏതാണെന്നുള്ളത് നോക്കാം. ആദ്യം 1G പൊസിഷൻ. പൈപ്പ് വെൽഡ് ഇൻ ഫ്ലാറ്റ് or roll position, that is pipe axis is parallel to the ground. അപ്പോൾ 1G പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈപ്പ് ഫ്ലാറ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ റോൾ പൊസിഷനിൽ, അതായത് നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവേണം അത് വെൽഡ് ചെയ്യാൻ വേണ്ടി, കറക്കിക്കൊണ്ട്. അത് ഡൗൺ ഹാൻഡ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വെൽഡിങ് റോഡ് എപ്പോഴും എങ്ങനെയായിരിക്കും? താഴോട്ടായിരിക്കും, കുത്തനെയായിരിക്കും അല്ലേ ഡൗൺ ഹാൻഡ് നമ്മൾ പ്ലേറ്റ് വെൽഡ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ ഈ പൈപ്പ് വെൽഡിങ്ങിലും വെൽഡിങ് റോഡ് കുത്തനെ താഴോട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വെൽഡ് ചെയ്യണമെങ്കിൽ പൈപ്പ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. പൈപ്പ് പതുക്കെ പതുക്കെ തിരിച്ചു കൊടുക്കണം. അത് വെൽഡ് ചെയ്യുന്നതിന് കണക്കായിട്ട് പൈപ്പ് തിരിച്ചിട്ട് വേണം ആ ജോയിൻറ്റ്, പൈപ്പ് ജോയിൻറ്റ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പൈപ്പ് ആക്സിസ് പാരലൽ ടു ദ ഗ്രൗണ്ട്. ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, ചിത്രത്തിൽ നോക്കുക. ഇവിടെ നീളത്തിലൊരു ലൈൻ ഉണ്ട്, അത് ഒരു ഇമാജിനറി ലൈന്. അത് എന്തായിരിക്കും? ഗ്രൗണ്ട് ലെവലിന് പാരലലായിരിക്കും, നമ്മളെ നിലത്തിന് പാരലലായിരിക്കും ഈ പൈപ്പ് ആക്സിസ്. അതുകൊണ്ട് അതിനെ 1G പൊസിഷൻ എന്ന് പറയുന്നു. പക്ഷേ 1Gയിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അടിക്കേണ്ടത്. ഈ പൈപ്പ് നമ്മൾ കറക്കി വേണം അടിക്കാൻ വേണ്ടി. ഇവിടെ ഫില്ലർ റോഡ് അല്ലെങ്കിൽ വെൽഡിങ് റോഡ് എപ്പം ഇവിടെ കുത്തനെയായിരിക്കും ഉണ്ടാവുക. നമ്മൾ പൈപ്പ് കറക്കി അടിക്കും, വെൽഡ് ചെയ്യുന്നു. അതിൽ ആംഗിൾ ഇവിടെ 15 എന്ന് എഴുതിയിട്ടാണ്. 15 ഡിഗ്രി മുകളിലോട്ടോ 15 ഡിഗ്രി താഴോട്ടോ ചെറുതായിട്ടൊന്ന് പൈപ്പ് ചെരിഞ്ഞിരിക്കാം, അതിൽ കൂടുതൽ ചെരിഞ്ഞിരിക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് 1G പൊസിഷൻ എന്ന് പറയുന്നത്. 1G പൊസിഷൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? പൈപ്പ് ആക്സിസ് ഗ്രൗണ്ട് ലെവലിന് പാരലലായിരിക്കും. പൈപ്പ് കറക്കിക്കൊണ്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വേണം വെൽഡ് ചെയ്യാൻ വേണ്ടി. അതായത് എപ്പോഴും വെൽഡിങ് റോഡ് കുത്തനെ സ്ട്രെയിറ്റ് ആയിട്ട് കുത്തനെ ഉണ്ടാവും. നമ്മൾ പൈപ്പ് കറക്കി കൊടുക്കുന്നു. അല്ലാണ്ട് പൈപ്പ് ഫിക്സഡ് ആക്കി വെച്ചിട്ട് അതിന് ചുറ്റും അടിക്കുകയല്ല ചെയ്യുന്നത്. പൈപ്പ് കറക്കി റൊട്ടേറ്റ് ചെയ്ത് എപ്പോൾ ഒരു ഡൗൺ ഹാൻഡ് പൊസിഷനിൽ മാത്രം വെൽഡ് ചെയ്യുന്ന രീതിയാണ് ഈ 1G പൊസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്തതാണ് 2G പൊസിഷൻ. പൈപ്പ് വെൽഡ് ഇൻ ഹൊറിസോണ്ടൽ പൊസിഷൻ, ദാറ്റ് ഈസ് പൈപ്പ് ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഗ്രൗണ്ട്. ഇതിൽ പൈപ്പ് ആക്സിസ് എന്ന് പറയുന്നത് അതിൻ്റെ നടുവിലേക്ക് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതാണ് പൈപ്പ് ആക്സിസ് എന്ന് പറയുന്നത്. അത് എന്താ ഗ്രൗണ്ട് ലെവലിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് ഗ്രൗണ്ട് ലെവലെങ്കിൽ അതിന് 90 ഡിഗ്രി ആയിരിക്കും ഈ പൈപ്പ് ആക്സിസ്. അതായത് പൈപ്പ് നമ്മൾ കുത്തനെ വെക്കുന്നു, പൈപ്പ് ജോയിൻറ്റ് കുത്തനെ വെക്കുന്നു. ഇവിടെയാണ് വെൽഡ് ചെയ്യേണ്ടത്. നമുക്ക് ഈ 2 പൈപ്പുകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. നടുവിൽ ഈ ബഡ് ജോയിൻ്റാണ് നമുക്ക് വെൽഡ് ചെയ്യാനുള്ളത്. അപ്പോൾ പൈപ്പ് 90 ഡിഗ്രി ആയിരിക്കും ഗ്രൗണ്ട് ലെവലിന്. അതിനെ പറയുന്ന പേരാണ് 2G പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വെൽഡിങ് എങ്ങനെയായിരിക്കും? വെൽഡിങ് ഹൊറിസോണ്ടലായിരിക്കും അല്ലേ. വെൽഡിങ് എന്താ? നേരെ ഇങ്ങനെ വരുന്നു. വെൽഡിങ് ചിത്രത്തിൽ നോക്കുക. വെൽഡിങ് ഹൊറിസോണ്ടലായിരിക്കും. പൈപ്പ് വെർട്ടിക്കലായിരിക്കും ഉണ്ടാവുക. പൈപ്പ് വെർട്ടിക്കലും വെൽഡ് ജോയിൻറ്റ് ഹൊറിസോണ്ടലും ഉള്ളതാണ് 2G പൊസിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതിൽ കറക്കിയിട്ട് ചെയ്യുന്നില്ല, ഫിക്സഡ് പൊസിഷൻ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ചുറ്റും നടന്നുകൊണ്ട് വെൽഡ് ചെയ്യാൻ പറ്റും.
മനസ്സിലായില്ലേ? മറ്റേ 1G ആകുമ്പോൾ എന്ന് വെച്ചാൽ മറ്റേ പൊസിഷനിൽ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് കറക്കി അടിക്കാൻ പറ്റുന്നത്, പരമാവധി കറക്കിയിട്ട് വെൽഡ് ചെയ്യുന്നത്. ഇതിൽ അങ്ങനെ കറക്കേണ്ട ആവശ്യമില്ല, ഇതിന് ചുറ്റും നമുക്ക് വെൽഡ് ചെയ്യാം. അപ്പോൾ 1G ആയി, 2G ആയി. ഇനി അടുത്ത പൊസിഷനാണ് ഇത് 5G പൊസിഷൻ. 5G പൊസിഷനിൽ പൈപ്പ് വെൽഡ് ഇൻ ഫ്ലാറ്റ് ഫിക്സഡ് പൊസിഷൻ, ദാറ്റ് ഈസ് പൈപ്പ് ആക്സിസ് ഈസ് പാരലൽ ടു ദ ഗ്രൗണ്ട്. അപ്പോൾ ഇത് തന്നെയല്ലേ 1G പൊസിഷനിൽ പറഞ്ഞത്, പക്ഷേ ഒരു വ്യത്യാസം മാത്രം. നേരത്തെ എന്തായിരുന്നു? ഇവിടെ ഫിക്സഡ് എന്ന് എഴുതിയിട്ടുണ്ടോ? നേരത്തെ അത് റോൾഡ് ആയിരുന്നു. നേരത്തെ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വെൽഡ് ചെയ്യുന്നത്. പക്ഷേ 5G പൊസിഷനിൽ പൈപ്പ് ഫിക്സഡ് ആയിരിക്കും, റോൾ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും വലിയ നീളമുള്ള ജോയിൻ്റൊക്കെ വരുന്ന ആണെങ്കിൽ അത് നമുക്ക് എപ്പോഴും റൊട്ടേറ്റ് ചെയ്ത് വെൽഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് ഫിക്സഡ് പൊസിഷനിൽ തന്നെ വെൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ എന്തൊക്കെ വരും? ഓവർ ഹെഡ്, വെർട്ടിക്കൽ, ഡൗൺ ഹാൻഡ്, എല്ലാ പൊസിഷനും ആ 5G തന്നെ വരുന്നുണ്ട്. ഇവിടെ താഴെ ഇവിടെ വെൽഡ് ചെയ്യണമെങ്കിൽ എന്താ? ഓവർ ഹെഡ് വരും, പിന്നെ വെർട്ടിക്കൽ വന്ന്, പിന്നെ ഡൗൺ ഹാൻഡ് വന്ന്, പിന്നെ ഓപ്പോസിറ്റ് സൈഡും, അങ്ങനെ എല്ലാ പൊസിഷനിലും അത് വരും. അപ്പോൾ 5G പൊസിഷൻ എന്ന് വെച്ചാൽ പൈപ്പ് ആക്സിസ് ഗ്രൗണ്ടിന് പാരലലായിരിക്കും. അത് പൈപ്പ് ഫിക്സഡ് പൊസിഷൻ ആയിരിക്കും, കറക്കാൻ പറ്റില്ല. മനസ്സിലായില്ല? 5G പൊസിഷൻ പൈപ്പ് ഹൊറിസോണ്ടൽ ഫിക്സഡ്, വെൽഡ് ഫ്ലാറ്റ്, വെർട്ടിക്കൽ, ഓവർ ഹെഡ്. അതിനാണ് 5G പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1G മനസ്സിലായി, 2G മനസ്സിലായി, 5G. ഇതൊക്കെ 3Gയും 4Gയും ഇല്ല. ഓക്കെ, ഇനിയുള്ള ഒരു ജോയിൻ്റാണ് 6G പൊസിഷൻ. എന്താണ് 6G? പൈപ്പ് വെൽഡ് ഇൻ ഫിക്സഡ് പൊസിഷൻ, ദാറ്റ് ഈസ് പൈപ്പ് ആക്സിസ് ഈസ് ഇൻക്ലൂഡിങ് ടു ദ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ 45 ഡിഗ്രി. അതായത് ഇത് ആക്സിസ് ഗ്രൗണ്ട് ലെവലിന് 45 ഡിഗ്രി ആയിരിക്കും. ഗ്രൗണ്ട് ലെവൽ ഇതാണെങ്കിൽ അതിന് 45 ഡിഗ്രിയിലായിരിക്കും പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇത് പൈപ്പ് ഫിക്സഡ് പൊസിഷൻ ആയിരിക്കും. ഇത് കറക്റ്റ് റോൾ ചെയ്ത് വെൽഡ് ചെയ്യാൻ പറ്റില്ല, ഇത് ഫിക്സഡ് പൊസിഷൻ ആയിരിക്കും. ഇതിനെയാണ് 6G പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊസിഷനിൽ എല്ലാ വെൽഡിങ്ങും വരും. അതിൽ ഓവർ ഹെഡ് വരുന്നുണ്ട്, വെർട്ടിക്കൽ, ഡൗൺ ഹാൻഡ്, ഹൊറിസോണ്ടൽ, അങ്ങനെ 4 പൊസിഷനും ഏകദേശം ഇതിൽ വരും. ഇതാണ് 6G പൊസിഷൻ. മനസ്സിലായില്ല? 45 ഡിഗ്രി ചരിച്ച് വെച്ച് വെൽഡ് ചെയ്യുന്ന പൈപ്പ് വെൽഡ് ചെയ്യുന്ന പൊസിഷനാണ് 6G പൊസിഷൻ. പേപ്പറിലൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം 6G വെൽഡറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെവിടെയെങ്കിലും പുറത്തൊക്കെ പൈപ്പ് വെൽഡിങ്ങിന് ആയിട്ട് ജോബിന് പോകുന്നുണ്ടെങ്കിൽ 6Gൻ്റെ ടെസ്റ്റാണ് നിങ്ങളെ വെൽഡ് ചെയ്യിപ്പിച്ച് നോക്കുക. അപ്പോൾ അതിൽ ഇങ്ങനെയായിരിക്കും, 2 പൈപ്പുകൾ 45 ഡിഗ്രി ബഡ് ജോയിൻറ്റ് തിക്നെസ്സുള്ള പൈപ്പായിരിക്കും. അത് ഇവിടെ സിംഗിൾ വി ബഡ് ജോയിൻറ്റ് റെഡിയാക്കിയിട്ടുണ്ടാവും. അത് റൂട്ട് ഗ്യാപ്പ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഫിക്സഡ് പൊസിഷൻ ആയിരിക്കും. നമ്മളാദ്യം ഇവിടെ താഴെ നിന്ന് ഈ സൈഡിൽ നിന്ന് വെൽഡ് ചെയ്ത് അങ്ങനെ മുകളിൽ ആ സൈഡ് കൊണ്ട് നിർത്തുന്നു. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് വെൽഡ് ചെയ്ത് ആദ്യം റൂട്ടടിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ മുകളിൽ ഫില്ലിങ് റണ്ണടിച്ച് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ കവറിങ് റണ്ണടിച്ച് അത് ഫിനിഷ് ചെയ്യുന്നത്. തിക്നെസ്സിനനുസരിച്ച് ചിലപ്പോൾ 2-3 റണ്ണുകൾ വേണ്ടി വരും. അതുപോലെ അതിൻ്റെ ഉള്ളിൽ പെനിട്രേഷൻ ആവശ്യമുണ്ടാവും. അതായത് പൈപ്പ് വെൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്താ, നമുക്ക് ഉള്ളിൽ വെൽഡ് ചെയ്യാൻ കഴിയില്ല. ചെറിയ പൈപ്പൊക്കെ വലിയ ഇതുള്ള ഡയുള്ള പൈപ്പാണെങ്കിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഡയ കുറഞ്ഞ നീളമുള്ള പൈപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പെനിട്രേഷൻ അത്യാവശ്യമാണ്. അതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ 6G വെൽഡിങ് പാസ്സാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ലെസണിൽ അതൊക്കെയാണ് വേണമല്ലോ. പൈപ്പുകൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, അതിൻ്റെ പൈപ്പ് ഉപയോഗിച്ചുള്ള അഡ്വാൻറ്റേജ്, പൈപ്പ് വെൽഡിങ് പൊസിഷൻ 1G, 2G, 5G, 6G. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു.